ദേവഗുരുവായ ബൃഹസ്പതിയും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. കേരളത്തിലെ നിരവധി വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ നിലവിലുണ്ട്. ഋഷികൾ, ഇതിഹാസ നായകന്മാർ, ദേവന്മാർ എന്നിവരെല്ലാം പൂജിച്ചതായി പറയപ്പെടുന്ന വിഗ്രഹങ്ങളാണ് പല പ്രാചീന വിഷ്ണു ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഏതായാലും ഇനി നമുക്ക് ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. ഗുരുവായൂർ ഏകാദശി. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസവും വാത്സല്യവും ഏറ്റുവാങ്ങിയ മൂർത്തിയാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണസങ്കല്പത്തിൽ ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനമായ ക്ഷേത്രമാണ് ഗുരുവായൂർ. ഈ ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ നഗരം തന്നെ അറിയപ്പെടുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ജില്ലാ കേന്ദ്രത്തിൽ നിന്ന് 26 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യസ്ഥാനമാണ് ഗുരുവായൂർ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനല്ല, ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. കേശവായ അംഗുഷ്ടാഭ്യാം നമഃ, നാരായണായ തർജനീഭ്യാം നമഃ, മാധവായ മധ്യമാഭ്യാം നമഃ, ഗോവിന്ദായ അനാമികാഭ്യാം നമഃ. വിഷ്ണു വിഗ്രഹത്തെ കൃഷ്ണനായി കൽപ്പിക്കുന്നതിനും വ്യക്തമായ കാരണമുണ്ട്. കാരാഗൃഹത്തിൽ കിടന്ന വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ ഭാവമാണ് ഗുരുവായൂരിലെ മഹാവിഷ്ണുവിന് എന്നാണ് വിശ്വാസം. അതിനാലാണ് ഉണ്ണിക്കണ്ണനായി ആരാധിക്കപ്പെടുന്നത്. പീലി ചൂടിയോ വനമാല ചാർത്തിയോ, ഗോപനന്ദനൻ മായ കാട്ടി നിന്നുവോ. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര വലുതായാലും മക്കൾ ഓമനകളായ ഉണ്ണികളാണ് എന്ന സങ്കല്പം ഇവിടുത്തെ ആരാധനാമൂർത്തിയുടെ കൃഷ്ണഭാവത്തിന് ബലമേകുന്നു. ക്ഷേത്രനാമത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും ക്ഷേത്രോൽപത്തി കഥയും ഏറെ പ്രസിദ്ധമാണ്. സൃഷ്ടികർമ്മത്തിൽ മുഴുകിയിരുന്ന ബ്രഹ്മാവ് തനിക്കും തന്റെ സൃഷ്ടികൾക്കും മോക്ഷം ലഭിക്കുന്നതിനുള്ള മാർഗം തെളിക്കണമെന്ന് വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. അതിനായി വിഷ്ണു തന്റെ രൂപത്തിലുള്ള ഒരു അഞ്ജന വിഗ്രഹം ബ്രഹ്മാവിന് സമ്മാനിച്ചു. ബ്രഹ്മാവ് പിന്നീട് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് നൽകി. സന്താനഭാഗ്യത്തിനായി വിഷ്ണുവിനെ തപം ചെയ്തിരുന്ന സുതപസ് ഈ വിഗ്രഹം നിത്യേന ഭക്തിയോടെ പൂജിച്ചു. ഒരു നാൾ വിഷ്ണു പ്രത്യക്ഷനാകുകയും 3 ജന്മങ്ങളിൽ താൻ സുതപസിന്റെ പുത്രനായി ജനിക്കും എന്ന് വരം നൽകുകയും ചെയ്തു. 3-ാം ജന്മത്തിൽ സുതപസ് വസുദേവനും വിഷ്ണു കൃഷ്ണനുമായി ജനിച്ചു. വസുദേവർ ആരാധിച്ചിരുന്നതും തലമുറകളായി കൈമാറി വന്നതുമായ ആ വിഗ്രഹം കൃഷ്ണന്റെയും ആരാധനാമൂർത്തിയായി. കൃഷ്ണൻ ദ്വാരകയിലും ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്നു. ദ്വാരക വെള്ളത്തിൽ മുങ്ങുന്നതിനു മുമ്പ് നാട്ടിലെ സകലതിനെയും ജലം വിഴുങ്ങുമ്പോൾ ഈ വിഷ്ണു വിഗ്രഹം മാത്രം പൊങ്ങിക്കിടക്കുമെന്നും അത് ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണമെന്നും കൃഷ്ണൻ ഉദ്ധവരെ ചട്ടം കെട്ടി. ദ്വാരക പ്രളയത്തിൽ മുങ്ങി. അലകൾക്ക് മുകളിൽ വിഷ്ണു വിഗ്രഹം ഒഴുകി നടന്നു. തിരമാലകൾക്ക് മുകളിൽ പൊങ്ങിക്കിടന്ന വിഷ്ണു വിഗ്രഹത്തെ വായുവിന്റെ സഹായത്തോടെ ബൃഹസ്പതി ഏറ്റെടുത്തു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗേണ സഞ്ചരിച്ച ബൃഹസ്പതിയും വായുവും
ഭാരതത്തിന്റെ തെക്കുഭാഗത്തായി ഒരു സ്ഥാനം കണ്ടെത്തുകയും വിശ്വകർമാവിന്റെ സഹായത്തോടെ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ സ്ഥലം എന്നതുകൊണ്ട് തന്നെ ഇവിടം ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി. ഇതാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച ഐതിഹ്യം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഗുരുവായൂരിന്റെ ചരിത്രം അന്വേഷിച്ചാൽ 14-ാം നൂറ്റാണ്ടിലെ മണിപ്രവാള കൃതിയായ കോക സന്ദേശത്തിൽ തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശം കാണാൻ കഴിയും. 16-ാം നൂറ്റാണ്ടിലെ നിരവധി കൃതികളിൽ ഗുരുവായൂരിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം തകർക്കപ്പെടുമോ എന്ന് ഭയന്ന ഭക്തർ വിഗ്രഹം അമ്പലപ്പുഴയിൽ സൂക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നു. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ കാത്തരുളീടു കൃഷ്ണ കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ. 1970-ലുണ്ടായ തീപിടുത്തത്തിൽ ശ്രീകോവിലും വിഗ്രഹങ്ങളും ബലിക്കല്ലും മാത്രം അവശേഷിച്ചു. കാലക്രമേണ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കുകയായിരുന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഗുരുവായൂർ. വസുദേവദേവ കൃഷ്ണ എന്റെ വനമാലിയായ കൃഷ്ണ. മേൽപ്പത്തൂരും പൂന്താനവുമെല്ലാം ഈ തിരുനടയിൽ സാധന നടത്തിയവരാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശേഷ ദിനങ്ങൾ ഏറെയുണ്ടെങ്കിലും വൃശ്ചിക മാസത്തിലെ ഏകാദശി ഇവിടെ പ്രധാനമാണ്. ആ ദിനം ഗുരുവായൂർ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നു. സന്താപമാറ്റു കൃഷ്ണ സ്നേഹ സന്മാർഗമേകു കൃഷ്ണ. ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധവേളയിൽ അർജുനന് ഗീത ഉപദേശിച്ചതും ഈ ദിനമാണെന്നൊരു വിശ്വാസം നിലവിലുണ്ട്. കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. ഈ ദിനത്തിൽ സകല ദേവീദേവന്മാരും വിഷ്ണുവിനെ സന്ദർശിക്കാനായി ഇവിടെ എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ അന്നേ ദിവസം നടത്തുന്ന ക്ഷേത്ര ദർശനം ഏറ്റവും മഹത്തരമായി കണക്കാക്കപ്പെടുന്നു. സംഗീതോത്സവം, വിശേഷ പൂജകൾ, ഗുരുവായൂർ കേശവൻ അനുസ്മരണം, പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്ര എന്നിങ്ങനെ വിശിഷ്ടമായ ചടങ്ങുകൾ ഗുരുവായൂർ ഏകാദശിയെ പ്രൗഢഗംഭീരമാക്കുന്നു. രസകരമായ നിരവധി ഐതിഹ്യ കഥകൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണാനാകും. നിരവധി അനുഭവ കഥകളും ഈ ക്ഷേത്രത്തിന്റെ മഹത്വം വിളിച്ചോതുന്നു. ഏതായാലും ഭക്തിയിൽ സ്നേഹവാത്സല്യങ്ങൾ ചാലിച്ച് ഈ തിരുനടയിൽ കൈകൂപ്പി നിന്നവരാരും വെറും കൈയുമായി മടങ്ങിയിട്ടില്ല. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ.